ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വിവരങ്ങളാണ് വരുന്നത്. റിപ്പോർട്ടർ SIT ബ്രേക്കിംഗ്. സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസു കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ചെമ്പെന്ന് രേഖപ്പെടുത്തി സ്വർണം അപഹരിക്കാൻ ഒത്താശ ചെയ്തു. ക്ഷേത്രം മുതൽ വാസു ദുരുപയോഗം ചെയ്തെന്നും കവർച്ച മറച്ചുവെക്കാൻ സാഹചര്യം ഒരുക്കിയെന്നും SIT ചൂണ്ടിക്കാണിക്കുന്നു. ഹരിമോഹനാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. ഹരി, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന് കൃത്യത്തിൽ നിർണായകമായ പങ്കുണ്ടെന്ന് വ്യക്തമായതിനു പിന്നാലെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ആണ് SIT പറയുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? എൻ വാസുവിന്റെ പങ്കിനെ കുറിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? വിനീത, അതിഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് SITയുടെ ഭാഗത്തുനിന്ന് മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായിട്ടുള്ള എൻ വാസുവിനെതിരെ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത് എന്നുള്ളത് കൂടിയാണ് ഈ സമയത്ത് വെളിപ്പെടുന്നത്. അതായത് SIT കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് മറ്റു പ്രതികളുമായി ചേർന്ന് മൂന്നാം പ്രതിയായിട്ടുള്ള എൻ വാസു ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം. അതിന്റെ ഭാഗമായി തന്നെയാണ് IPC 120B വകുപ്പ് ചേർത്തിട്ടുള്ളത്. ആ ഗൂഢാലോചനയെ സാധൂകരിക്കുന്ന തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പ്രകാരം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളുമായി ചേർന്നുകൊണ്ട് ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് ഒത്താശ ചെയ്യുകയായിരുന്നു വാസു ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെ വെറും ചെമ്പു തകിടുകൾ എന്ന് മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് കത്ത് ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് നൽകിയത്. അത് വാസുവാണ് തയ്യാറാക്കിയത്. മറ്റുദ്യോഗസ്ഥർക്കും ആ നിർദ്ദേശം നൽകിയത് വാസുവാണ് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ കൂടിയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം ഇതിനകത്ത് എടുത്തു പറയുന്നത് 98-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി വാസുവിന് അറിയാമായിരുന്നു. അതിന്റെ കണക്കുകളെ കുറിച്ച് വാസുവിന് അറിയാമായിരുന്നു. ആ ധാരണ വെച്ചുകൊണ്ടാണ് കട്ടിള പൊതിഞ്ഞിട്ടുള്ള മുൻപ് സ്വർണം പൂശിയിട്ടുള്ള ചെമ്പു തകിടുകൾ ഇളക്കിയെടുത്ത് ബാംഗ്ലൂർ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിനും ആയത് സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്ന മുറയ്ക്ക് കട്ടിളയിൽ തിരികെ സ്ഥാപിക്കുന്നതിനുള്ള അനുവാദ ഉത്തരവ് ഉണ്ടാകുന്നതിലേക്കായി വിവരം അറിയിച്ചു കൊള്ളുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുപാർശയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് 2019 മാർച്ച് 6-ാം തീയതിയാണ് തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ള കത്തിൽ വാസു ഇപ്പോൾ ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളതിൽ സ്വർണം പൂശിയിട്ടുള്ള എന്ന ഭാഗം വാസു എടുത്തു മാറ്റുന്നത്. അത് പ്രത്യേകമായി റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മനഃപൂർവ്വമാണ് വാസു ഈ കൃത്യം നിർവഹിച്ചിട്ടുള്ളത്. അതായത് ഈ സ്വർണം പൂശിയിട്ടുള്ള ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ദേവസ്വം സെക്രട്ടറിക്ക് കത്ത് നൽകുകയായിരുന്നു വാസു ചെയ്തത് എന്നത് എടുത്തു പറയുകയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ. അത് മനഃപൂർവ്വമാണ്. അത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒത്താശ ചെയ്തുകൊണ്ട് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സ്വർണം പൂശിയ ഭാഗം ഒഴിവാക്കിയത്. ഇത് സ്വർണ്ണ കവർച്ചയ്ക്കിടയാക്കി. മാത്രമല്ല സ്വർണം കവർന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്വർണം അപഹരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയും ഇവിടെ എൻ വാസു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇപ്പോൾ നിലവിൽ കട്ടിളപ്പാളി കേസിൽ മാത്രമാണ് വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദ്വാരപാലക പാളിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അപ്പോൾ പോലും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരാമർശങ്ങൾ കൂടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ഈ സ്വർണം പൂശിയിട്ടുള്ള അല്ലെങ്കിൽ ഈ അറ്റകുറ്റപ്പണിക്കായി പാളികൾ കൊണ്ടുപോകുന്ന സമയത്തുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി എൻ വാസുവിന് അറിയാമായിരുന്നു. അതിന്റെ തുടർ നീക്കങ്ങളിൽ എൻ വാസു ഇടപെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മറ്റു പ്രതികളെ കൃത്യമായി സ്വാധീനിക്കാൻ വാസുവിന് കഴിഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി. അതായത് ദേവസ്വം ഉദ്യോഗസ്ഥരെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചത് എൻ വാസു ആണെന്ന് ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുമുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഒരു കാര്യം പുറത്തുവിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചിട്ടുള്ള ഒരു ഇമെയിൽ ആയിരുന്നു. അതായത് ഈ സ്വർണം പൂശിയ ഈ ശ്രീകോവിലിന്റെ വാതിലിലും കട്ടിളപ്പടിയിലും ഒക്കെ തന്നെ പൂശിയതിന്റെ സ്വർണം തന്റെ കയ്യിൽ ബാക്കിയുണ്ട് എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മെയിലായി എൻ വാസുവിന് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കെ എൻ വാസുവിന് അയച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും തന്നെ വാസു ഇതേക്കുറിച്ച് ആരുടെ സ്വർണമാണ്, ഏത് സ്വർണമാണ്, അല്ലെങ്കിൽ ഇതിന്റെ തുടർ നടപടികളിലേക്കൊന്നും വാസു പോകാതെ മനഃപൂർവ്വം ആ സ്വർണം ദുരുപയോഗം ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരം കൊടുക്കുക കൂടിയാണ് ചെയ്തത് എന്നുള്ളത് കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നു. അതായത് പൂർണ്ണമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തത് എൻ വാസുവാണ്. അത് കൃത്യമായി തന്നെ വ്യക്തമാകുന്നു. മാത്രമല്ല ആദ്യഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകുന്ന ഫയൽ അതിൽ സ്വർണം ചെമ്പാക്കുന്നതിൽ നിർണായക രേഖപ്പെടുത്തൽ നടത്തിയത് വാസുവാണ്. തുടക്കം മുതൽ തന്നെ വാസുവിന്റെ ഇടപെടലിന് കൃത്യമായി രേഖകൾ തന്നെയുണ്ട്. വെറും ആരോപണം മാത്രമല്ല.
തീർച്ചയായിട്ടും വിനീത, വെറും ആരോപണത്തിൽ നിന്ന് ഒരുപാട് അകലേക്ക് ഇത് പോയിരിക്കുന്നു. കൃത്യമായ തെളിവുകൾ വാസുവിനെതിരെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അതല്ലെങ്കിൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു നടപടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമായിരുന്നില്ല. കൃത്യമായ മൊഴികൾ റിമാൻഡ് റിപ്പോർട്ടിൽ അത് രേഖപ്പെടുത്തുന്നില്ല, അത് ഇടക്കാല റിപ്പോർട്ടിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് മനസ്സിലാവുന്നത് പ്രകാരം വാസുവിനെതിരെ കൃത്യമായി മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴികളുണ്ട്. ആ മൊഴികൾ തന്നെയാണ് വാസുവിനെ കുരുക്കിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി വാസു ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കെ വാസുവിന്റെ PA ആയിരുന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ D സുധീഷ് കുമാറിൻ്റെതാണ്. അതായത് വാസു പറഞ്ഞതിന് പ്രകാരമാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ പ്രവർത്തിച്ചത്. തങ്ങൾ നേരത്തെ ആദ്യ മൊഴികളിൽ പറഞ്ഞിരുന്ന ഉന്നതൻ എന്ന് പറയുന്നത് വാസുവാണ് തങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ളത്. ചെമ്പുപാളികൾ എന്ന് ആദ്യം രേഖപ്പെടുത്തിയത് വാസുവാണ്. അത് പിന്നീട് തുടർന്ന് ദേവസ്വം സെക്രട്ടറിക്ക് ഇതേ കത്ത്, അതായത് ചെമ്പുപാളികൾ ചെമ്പ് തകിടുകൾ എന്ന് രേഖപ്പെടുത്തിയ കത്ത് ദേവസ്വം സെക്രട്ടറിക്കും കൊടുത്തു. മഹസർ തയ്യാറാക്കുമ്പോഴൊക്കെ തന്നെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയാൽ മതി എന്ന് വാസുവാണ് തങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. അതിനനുസരിച്ചാണ് തങ്ങൾ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം D സുധീഷ് കുമാർ അടക്കമുള്ള മറ്റു പ്രതികൾ എല്ലാവരും ഒന്നടങ്കം മൊഴി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, തിരുവാഭരണം കമ്മീഷണർ ആയിട്ടുള്ള KS ബൈജുവിന് ഇക്കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ധാരണയുണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് SITയുടെ ഒരു കണ്ടെത്തൽ. പക്ഷേ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച്, ഈ ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ മറച്ചുവെക്കുകയാണ് ബൈജു ചെയ്തത്. അതുകൊണ്ട് തന്നെ ബൈജുവിൽ നിന്ന് വാസുവിനെതിരെ കൂടുതൽ മൊഴികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി SIT പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഇതിനോടൊരു വിയോജിപ്പ് പരോക്ഷമായി രേഖപ്പെടുത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ബൈജുവിന്റെ മൊഴി വളരെ വലിയ രീതിയിൽ അല്ലെങ്കിൽ വളരെ സുപ്രധാനമായിട്ട് SIT കണക്കിലെടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായ 5 പേരിൽ മറ്റ് 4 പേരും വാസുവിനെതിരെ കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പോലും ഒരു ഘട്ടത്തിൽ വാസുവിനെതിരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ റിമാൻഡ് റിപ്പോർട്ടും SITയുടെ ഭാഗത്തു നിന്ന് നൽകുന്ന വിവരങ്ങളും ഇടക്കാല റിപ്പോർട്ടും എല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ആദ്യം മുതൽക്ക് നമ്മൾ സംശയിച്ച ഉന്നതരിൽ ഒരാൾ വാസു തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ഇതിൽ പറയുന്ന കണക്ക് പ്രകാരം 2010 മുതലാണ് ഈ വാസു ദേവസ്വം ബോർഡിലേക്ക് കയറിപ്പറ്റുന്നത്. 2010 മുതൽക്ക് 2013 വരെ ആദ്യ പദവിയിലിരിക്കുന്നു. പിന്നീട് 18 മുതൽ 19 വരെ ഇരിക്കുന്നു. ഈ തുടർച്ചയായി ദേവസ്വം ബോർഡിന്റെ വിവിധ സ്ഥാനങ്ങൾ കൈയാളിക്കൊണ്ട് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വ്യക്തിയാണ് N വാസു. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ വാസുവിന് കഴിഞ്ഞിരുന്നു. ഉദ്യോഗസ്ഥർ വാസുവിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്.